ഈ ഉടമ്പടി ഒന്നുകൂടെ പുതുക്കണം. കർത്താവിനോട് മാത്രമുള്ള നമ്മുടെ ഈ ഉടമ്പടി. എന്നെ വിശുദ്ധിയിലേക്ക് വിളിച്ച ആ ദൈവത്തിന് മുമ്പിൽ ഞാൻ വിശ്വസ്തയായിട്ട് നിൽക്കേണ്ട എൻ്റെ ആ ജീവിത ദൗത്യം അതൊന്നും കൂടി ഓർത്ത് വീണ്ടും വിശുദ്ധിയിലേക്ക് വരിക. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് മുളപ്പിച്ചു തരും. ജീവൻ നഷ്ടപ്പെട്ടതൊക്കെ കർത്താവ് വീണ്ടും ജീവശ്വാസം അയച്ച് ഉണർത്തി തരും. വാടിപ്പോയതിനെയൊക്കെ കർത്താവ് പിടിച്ച് നനച്ച് ഉണർത്തുന്നു. നമ്മൾ എവിടെയും വീണ് പോയിട്ടില്ല. വീണ് പോയൊരവസ്ഥയിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. തിരിച്ചു വരാൻ വേണ്ടി ഈശോ തരുന്ന ഒരു കോളാണ്, ഒരു തിരിച്ചു വരാനുള്ള ഒരു വിളിയാണ്. ഇത് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേ ആളുകളിലേക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യണം. ഒത്തിരി അവസരങ്ങൾ ഈശോ നമുക്ക് തരില്ല. ഒരവസരം ഇപ്പം തന്നേക്കാം. തിരിച്ചു കയറി വാ. നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നിനക്ക് മടക്കി തരും. സക്രിയ പ്രവാചന പുസ്തകം 9-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം, പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് കർത്താവ് പ്രഖ്യാപിക്കുന്നു. നമുക്ക് തിരിച്ചു വരാം. സാംസനെ പോലെ വലിയ വിശുദ്ധിയിലും ശക്തിയിലും ആയിരിക്കുക.